HSST സുവോളജി, HSST ബോട്ടണി മുൻവർഷ ചോദ്യപേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ട് 2-ൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചില ഭാഗങ്ങൾ. ഹലോ എവ്രിവൺ, HSST നോട്ടിഫിക്കേഷൻ ഇങ്ങെത്തിക്കഴിഞ്ഞു. പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് HSST എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. HSST സുവോളജി, HSST ബോട്ടണി ഈ വിഷയങ്ങളുടെ സിലബസ് പരിശോധിച്ചാൽ പാർട്ട് 1, പാർട്ട് 2 ആയിട്ടാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ പാർട്ട് 1 കംപ്ലീറ്റ്ലി നിങ്ങളുടെ സബ്ജക്ട് ഓറിയന്റഡ് ആണെങ്കിൽ പാർട്ട് 2 ജനറൽ PSCക്ക് സമാനമാണ്. പാർട്ട് 2-ൽ വരുന്ന ടോപ്പിക്കുകൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കേരള റിനൈസൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ് എന്നിവയാണ്. മുൻവർഷ ചോദ്യപേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ട് 2-ൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചില ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ നമ്പർ 91. Which of the following statement about Vaikunta Swamigal is or are correct? He promoted interdining. He founded a Nizhal Thangal at Kannanmoola. He adopted Anpu Kodi or flag of love. He was in favor of Devadasi system. Correct answer is option C. ഇതിൽ first and third one മാത്രമാണ് ശരിയായിട്ടുള്ളവ. വൈകുണ്ഠ സ്വാമികൾ ഒരു മികച്ച മാനവികവാദിയും സാമൂഹിക നേതാവുമായിരുന്നു. 1805 മാർച്ച് 12 സ്വാമിത്തോപ്പിൽ ജനിച്ചു. ജാതി വിവേചനം, തൊട്ടുകൂടായ്മ, മത അധികാരക്രമങ്ങൾ എന്നിവയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. 1836 സമത്വ സമാജത്തിന്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. ജാതി വിവേചനത്തിനെതിരെ ദക്ഷിണേന്ത്യയിൽ ആരാധനയ്ക്കായി ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ച ആദ്യത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. ജാതി വിവേചനത്തിനെതിരെ അദ്ദേഹം സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. സമപന്തി ഭോജനം എന്നാൽ വിവിധ ജാതിയിലുള്ളവർ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. അയ്യാവഴി എന്ന ആത്മീയ ചിന്ത അദ്ദേഹം അവതരിപ്പിച്ചു. സമ്പൂർണ്ണ ദേവൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 1851 ജൂൺ 3 അദ്ദേഹം അന്തരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 92. Consider the following statements about Vaikam Satyagraha. Which of the following statement is or are correct? First one, Vaikam Satyagraha began on April 30, 1924. Second one, SNDP Yogam did not support the movement. Third one, Mahatma Gandhi visited Vaikam on March 9, 1925. Correct answer is option C. That is third statement മാത്രമാണ് correct ആയിട്ടുള്ളത്. First and second are wrong. Third statement correct ആണ്. മഹാത്മാഗാന്ധി വൈക്കം സന്ദർശിച്ച തീയതി മാർച്ച് 9, 1925 ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആകാൻ കാരണം വൈക്കം സത്യാഗ്രഹ began on March 30, 1924, not on April 30, 1924. സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആവാൻ കാരണം SNDP യോഗം വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 93. Consider the following social reformers and their works. Which of them are correctly matched? Pandit Karuppan, Balarama Bharatam. Second one, Vagbhadananda, Brahma Sankirtanam. Third one, Srinarayana Guru, Darshanamala. Correct answer is option B. അതായത് സെക്കൻഡ് ആൻഡ് തേർഡ് വൺ ആർ കറക്റ്റ്ലി മാച്ച്. ഫസ്റ്റ് വൺ തെറ്റാണ്. കാരണം തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ രചിച്ച നാട്യശാസ്ത്ര ഗ്രന്ഥമാണ് ബാലരാമ ഭാരതം. പണ്ഡിറ്റ് KP കറുപ്പന്റെ മികച്ച കൃതികൾ ജാതിക്കുമ്മി, ലങ്കാമർദ്ദനം, നൈഷധം, ഭൈമീപരിണയം, ചിത്രലേഖ, കാവ്യപേടകം, കൈരളി കൗതുകം, ഉദ്യാനവിരുന്ന്, പുലയൻ എന്നിവയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 94. Which of the following statements about temple entry proclamation of 1936 in Travancore is or are correct? First one, All Kerala Temple Entry Conference was held under the auspices of Hindu Mahasabha in May 1936. Second one, a memorial was submitted to Diwan Sir C.P. Ramaswamy Iyer on 3rd November 1936. Third one, Mahatma Gandhi said it was easily the most non-violent and bloodless revolution in the history of man in recent years. Correct answer is option B. അതായത് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് വൺ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ആൻഡ് തേർഡ് വൺ ആർ റോങ്. 1936 നവംബർ 12 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ച ചരിത്രപരമായ ഉത്തരവാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ജാതിയുടെ പേരിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചു. ഓർത്തുവെക്കേണ്ട പോയിന്റ്സ്: തീയതി 1936 നവംബർ 12, മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, ദിവാൻ സർ CP രാമസ്വാമി അയ്യർ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വിളംബരം തയ്യാറാക്കിയത്. ജാതി വിവേചനം അവസാനിപ്പിക്കുക, അവർണർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. Question number 95. Consider the following statements about Malayali Memorial. Which of them is or are correct? First one, KP Shankara Menon, Dr. Palpu and GP Pillai
played key role in drafting the petition. Second one, Dr. Palpu published a pamphlet, Travancore for Travancoreans. Third one, a delegation led by K.P. Shankara Menon presented the memorial to Maharaja on Jan 11, 1891. Correct answer is option C. First and third are correct. 1891 ജനുവരി 11 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങളിൽ തദ്ദേശീയരായ മലയാളികൾക്ക് മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ട് KP ശങ്കരമേനോൻ, ബാരിസ്റ്റർ GP പിള്ള, ഡോക്ടർ പൽപു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 10,028 പേർ ഒപ്പിട്ട ഈ നിവേദനം തിരുവിതാംകൂർ ചരിത്രത്തിലെ പ്രധാന രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു. സമർപ്പിച്ച തീയതി 1891 ജനുവരി 11. ലക്ഷ്യം തിരുവിതാംകൂർ സർവീസിലെ ഉന്നത പദവികളിലേക്ക് അന്യദേശ ബ്രാഹ്മണർക്ക് പകരം തദ്ദേശീയരായ, അതായത് മലയാളികളായ വിദ്യാസമ്പന്നർക്ക് നിയമനം നൽകുക. നേതൃത്വം നൽകിയത് KP ശങ്കരമേനോൻ, ബാരിസ്റ്റർ GP പിള്ള, ഡോക്ടർ പൽപു, CV രാമൻപിള്ള, C കൃഷ്ണപിള്ള.